പൂരുരുട്ടാതെ നക്ഷത്രക്കാരെ പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് കൊച്ചുണ്ണി തന്നെയല്ല എന്ന് പറഞ്ഞത്. അന്നൊരു മണ്ടത്തരം പറഞ്ഞു പോയി. അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാനിപ്പം പൂരുരുട്ടാതെ നാളിന്ന് മാറി. പോടോ, ഞങ്ങൾ പുറകിലില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ, അതാ ഇപ്പൊ കൂടുതൽ പേടി. മുന്നിലെ കുട്ടിപ്രേതവും പുറയില് വടയക്ഷികളും. എന്താ പേടിപ്പിക്കാതെ വൈ വച്ചോ. കതവ് തുറക്കാൻ ഇവർക്ക് പേടിയാ കുഞ്ഞെ. തൽക്കാലം എടുത്ത് തിന്നോ. കതവ് തുറന്നിട്ട് കുഞ്ഞിന് ഞങ്ങളെ കൂടെ തിന്നാനല്ലേ? ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ മനസ്സിലായി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി കൊച്ചച്ഛൻ. അച്ഛൻ വരുമ്പോൾ പാൽപ്പായസം കൊണ്ടുവരുമായിരുന്നു. അത് കഴിക്കാൻ ഞാൻ അച്ഛൻ എന്നെ തല്ലിത്തരോടുമായിരുന്നു. അപ്പച്ചൻ, അച്ഛൻ മിനിയച്ഛൻ, അച്ഛൻ അമിതാഭച്ചൻ, ആരോ പിടിച്ചു വലിക്കുന്നു പിന്നിൽ നിന്ന് ശക്തമായി. അസ്ഥികൾ നടുങ്ങുന്നു, ഞരമ്പുകൾ കുരുങ്ങുന്നു. കരാളകസ്തങ്ങളിൽ ആരോ ഒടിക്കുന്നു എല്ലുകൾ. അസ്ഥി ഞുറുങ്ങുന്നു. അച്ഛോ കടിക്കുന്നു കടിപ്പട്ടി പോലെ. അയ്യോ അയ്യോ അച്ഛോ, അയ്യോ മിനിയച്ഛൻ, അയ്യോ കൊച്ചച്ഛൻ, നിന്നച്ഛൻ. അയ്യോ പൊളിയുന്നു മരലുകൾ. അയ്യോ കറക്കം കുറയ്ക്കോ മിക്കച്ചോ നിലത്തൊന്ന്. അയ്യോ അച്ഛനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്നാ? ഞാനും നിന്റെ അമ്മയും എത്ര വർഷം പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചതെന്നറിയോ? എല്ലാരും പറയും കല്യാണം കഴിഞ്ഞ അതോടെ പ്രണയമൊക്കെ അവസാനിച്ചത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ശരിക്കും പ്രണയിച്ചത്. ആഹാ, എന്നിട്ടെന്താ? നിന്റെ അമ്മ കയ്യോടെ പിടികൂടി. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്ത് വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിലതിനെ വിടരുത്. ശാവം. അത് പൂച്ചയല്ല അച്ഛ, മരപ്പട്ടിയാണ്. കല്ലെടുത്തെറി, ശബ്ദം കേട്ടാൽ അറിയാം. ആഹാ, ചാത്തന് തോക്ക് പറ്റിയല്ല. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാണൊക്കെ നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ. സോനാരേ ചോട്ടാ കാകത്ത് എന്താ പട്ടി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ, ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് കാണോ ഇല്ലാത്ത ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗൃഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗൃഹനാഥൻ മുതലാളി എന്നാ, എന്നാലും ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവിടെ പോയി ചെയ്യണ. അവന്റെ ഒരു പോടാ. ഇത് കേട്ടു നോക്കണം. നിങ്ങൾ അനിലെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ പാട്ടുപട്ടി. 1500 രൂപ ടാപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ.
ഓഹോ എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ട് നട. ഫേസ്ബുക്ക് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ടേ? വേണ്ട. എന്നാ പറഞ്ഞത് എന്നാ ഞങ്ങൾ വരട്ടെ. കിട്ടും കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം സേഫ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കോളാമ്പിയ തുപ്പിത്തോപ്പിക്കണ തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല, അടിച്ച് പല്യം കൊഴിക്കും കള്ളത്തിരുമാലികളെ. നമസ്കാരം. അതേ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അവൻ ചേത്തൻ ബാബയുടെ വീട്ടിൽ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും അനിയും ബാവയും കൂട്ടി അവിടെ വന്നാ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിക്കണം. ആദ്യം ആരെയും കണ്ണി പെടരുത്. ഞാൻ വരേണ്ട സമയമാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാ മതി. ഞാൻ തുണി പൊക്കി കാണിക്കാം. ചെറ്റേ, വൃത്തികേട് പറയുന്നു. ഈ കൈലേസ് പൊക്കി കാണിക്കാന്നാ ഞാൻ പറഞ്ഞത്. ഇതാണ് ടാങ്ക്. ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം. സൂപ്പർ സ്റ്റാറെ. അയാളാണെങ്കിൽ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യോ. എന്ത് ചെയ്യും? വിളിച്ചോണ്ട് പോടാ പപ്പേനോടന്ന്. രണ്ട് തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെറ്റകളെ. തുടങ്ങിക്കോ. വാടാ, വാ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. എന്ത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. മറ്റോ ഉള്ളി അരിയാം. വാടാ. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്. പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. വല്ലതും കഴിച്ചോ? ഇല്ല, വിശന്നിട്ട് വയ്യ. കുമ്പളപ്പവേ ഉള്ളൂ. ഉള്ളത് മതി. വണ്ടിക്കൂലിക്ക് പൈസയൊക്കെ ഉണ്ടോ? അതോടെ തന്നൂടെ? രണ്ട് കൈ മാത്രം വീശിക്കൊണ്ടെങ്കിൽ പോന്നേക്കുക. ചുമ്മാ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. ഇത് അങ്ങോട്ട് കൊണ്ട് തരണോ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കോ? അങ്ങോട്ട് എഴുന്നള്ളിക്കോളാം. എന്നാ ഇത് ചെലവിന് വെച്ചോ. ഇതും എടുത്തോ. ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വെഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവാ. അപ്പം മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല. മാനസേശ്വരി, മാനസേശ്വരി. ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇല്ല. അയ്യോ, 555 കാണുമോ? അതുമില്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 ഇങ്ങനെ വാങ്ങി വെച്ചൂടോ. ശ്രമിക്കാം. അടച്ചിട്ട് മണല് വരാൻ പോടെ ഇറക്കാം. മുതലാളി, പാപ്പച്ചന്റെ അമ്മ അയ്യോ ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചോദിച്ചോണ്ട് നടക്കുന്ന എനിക്കാണോ അസുഖം? ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും വിളിച്ചോളൂ.